Yes, this is the real Kerala story. I witnessed it with my own eyes. I'm from Delhi. So I saw women and men wearing the dresses for Onam celebration, no matter of which religion they were from, and that actually represents the kind of way India celebrates any festival. It includes people of all the religion, Hindu, Muslim, Christian, or any other religion, Jain, Buddhism. So that being seen here, celebrating one festival, every religion is celebrating one festival. This just highlights the spirit of Kerala. So I think that's beautiful. അത് അവസാന ഫൈനൽ ലാപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. സൂര്യത്തോട് കയാക്കിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള പുരുഷ വിഭാഗ ഫൈനൽ ആരംഭിച്ചിരിക്കുകയാണ്. 5 മത്സരാർത്ഥികൾ കയാക്കേഴ്സ്. ആരാണ് സൂര്യത്തോടിലെ കയാക്കിംഗ് ഫെസ്റ്റിവലിന്റെ വേഗരാജാവ്? സൗത്ത് കേരളയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം നടക്കുന്ന കോന്നി സീതത്തോടാണ് നമ്മൾ വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന മത്സരമാണ്. നമുക്ക് ആദ്യം അക്സാനോട് തന്നെ അഭിപ്രായം ചോദിക്കാവുന്നതാണ്. അക്സാന, ആർ യു എൻജോയിങ്? Yes, having a great time. Beautiful event. Very nice. Very, very green, a lot of water, beautiful palm trees, mountains. You said earlier it's God's own country. So yes, it kind of resonates. Beautiful place. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് അക്സാനയും പറയുന്നത്. ഇതിൻ്റെ ടൂറിസം വിഭാഗത്തിൻ്റെ ആളുകളോട് ചേരുകയാണ്. ഇപ്പം വളരെ മനോഹരമായൊരു സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയുണ്ട് കയാക്കിംഗ് ഫസ്റ്റും? നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്കറിയാം. 44 പുഴകൾ കൊണ്ട് തന്നെ സമൃദ്ധമാണ് നമ്മുടെ കേരളം. അതിൽ പ്രധാനപ്പെട്ട കുറേ അധികം പുഴകൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുണ്ട്. പ്രധാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിൽ തന്നെ കുറേ അധികം പുഴകൾ നമുക്കുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് കയാക്കിങ്ങിന് അനുയോജ്യമായിട്ടുള്ള പുഴകളാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ ഈ ഇന്നത്തെ മത്സരം തന്നെ സൂചിപ്പിക്കുന്നത് നമുക്ക് 120ഓളം രജിസ്ട്രേഷനുകൾ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ഈ കയാക്കിങ് പോലെയുള്ള സാഹസിക ആക്ടിവിറ്റികൾക്ക് അനുയോജ്യമാണെന്നാണ് നമ്മുടെ ഇന്നത്തെ കയാക്കിംഗ് ഫെസ്റ്റിവൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ പ്രദേശവും ഇവിടുത്തെ ഗ്രീനറി എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് അവർ തന്നെ നമുക്ക് സാക്ഷ്യം പറയുന്നു. രാജ്യങ്ങൾ നേപ്പാളിൽ നിന്നും ഉക്രൈനിൽ നിന്നുള്ള ആളുകളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, കർണാടക, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും മത്സരാർത്ഥികളും ഇന്നത്തെ കയാക്കിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മത്സരം നിയന്ത്രിക്കുന്ന ആളുകൾ കൂടിയാണല്ലോ. എങ്ങനെയുണ്ട് മത്സരം? വളരെ മനോഹരമായ മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും ഇവിടുത്തെ എന്താ പറയുക, നമ്മൾ വേറെ സ്ഥലത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്ര മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലത്ത് നല്ലൊരു ഇതാണ്. ഇതിന് പുറമെ നമ്മുടെ കനോ കയാക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് പരിശീലനം നൽകാൻ പറ്റിയ ഒളിമ്പിക്സ് ഈവൻ്റാണ് കനോ കയാക്ക്. അതിന് വേണ്ടിയിട്ട് പരിശീലനം നൽകാൻ പറ്റിയ ഒരുപാട് കുട്ടികൾക്ക് ഭാവി നൽകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനും കൂടെയൊക്കെ ഇനിയും ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും. എൻജോയ് ചെയ്യുവാണോ? വളരെ എൻജോയ് ആണ്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഉയരാനുള്ളൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നത്. അതിൽ ഇന്ത്യൻ കനോ കയാക്കിൻ്റെ അസോസിയേഷൻ്റെ പേരിലും കേരള കനോ കയാക്കിംഗ് അസോസിയേഷൻ്റെ പേരിലും ഞങ്ങൾ വളരെ ആത്മാർത്ഥത വളരെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. CBLലും ഞങ്ങൾ തന്നെയാണ്. കാണാനായി ധാരാളം ആളത്തിനുണ്ട്. ഒരു പയ്യനുണ്ട്. മോനെ, എങ്ങനെയുണ്ട്? സൂപ്പറാക്കി. സൂപ്പർ മത്സരമാണ്. എനിക്കിത് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല സൂപ്പർ മത്സരമാണ്. പേര് ഭവേഷ്. എൻജോയ് ചെയ്യുവാണ്. നമുക്ക് കൂടുതൽ മത്സരാർത്ഥികളുടെ പ്രതികരണം കൂടി എടുക്കാവുന്നതാണ്. ഫ്രം ദിസ് പ്ലേസ്? I am from Uttarakhand. I enjoying so much. Yes, nice place, nice food, nice river, and nice people also. Okay. What? Yeah, I'm also from Uttarakhand. We are really having so much fun here for the first time. So the locals I've interacted with in Kerala are not a lot in number, but even the chunk I had was beautiful enough to make me come back here, interact with more people, see this beautiful state again, and maybe go to more places. I've only been to Kochi and Varkala this time, but maybe next time I'll cover Alleppey and other places. I'm from Delhi. So I saw women and men wearing the dresses for Onam celebration, no matter of which religion they were from, and that actually represents the kind of way India celebrates any festival. It includes people of all the religion, Hindu, Muslim, Christian, or any other religion, Jain, Buddhism. So that being seen here, celebrating one festival, every religion is celebrating one festival. This just highlights the spirit of Kerala. So I think that's beautiful. Is it the real Kerala story? Yes, this is the real Kerala story. I witnessed it with my own eyes.
കോന്നി MLA KU ജനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് കരിയാട്ടം നടക്കുന്നത്. ആ കരിയാട്ടത്തിൻ്റെ ലക്ഷ്യം തന്നെ കോന്നിയുടെ ടൂറിസം രംഗത്തെ വികസനമാണ്. അതിന് ഏറ്റവും നല്ലൊരു പരിപാടി കൂടിയായിരുന്നു കയാക്കിംഗ് ഫസ്റ്റ് എന്ന് എടുത്തു പറയേണ്ടതാണ്. ഏതായാലും കരിയാട്ടുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിപാടികളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോന്നിയിൽ നടക്കുന്നത്. അതിലേറ്റവും മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു കയാക്കിംഗ് മത്സരവും. കോന്നിയുടെ ടൂറിസം സാധ്യതകളെ ലോകത്തിനു മുമ്പിൽ കരിയാട്ടം അവതരിപ്പിക്കുകയാണ്. കക്കാട്ടാറിൽ നിന്ന് കൈരളി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുണനൊപ്പം സുജു ടി ബാബു.